എം.എൻ. കാരശ്ശേരി, ഈ വാഴ്ത്തുപാട്ട് അങ്ങ് കേട്ടിരുന്നോ? അങ്ങേക്ക് എന്താണ് തോന്നിയത്? വേണു, എനിക്ക് ആദ്യം പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമ്മളും ഇത് കാണുന്ന ആളുകളും മറ്റ് ചാനലുകളിലെ ആളുകളും പത്രം വായിക്കുന്നവരൊക്കെ വളരെ വിലപിടിച്ച സമയവും ഊർജവും ദുർവ്യയം ചെയ്യുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താ കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആ ചർച്ചയിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റാനാണോ ഇത്തരം വാഴ്ത്തുപാട്ടുകൾ എന്നും എനിക്ക് സംശയമുണ്ട്. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഈ കോവിഡ് കാലത്ത് ഇവിടെ എല്ലാവർക്കും കിറ്റ് കൊടുത്ത റേഷൻ ഷാപ്പ് ഉടമകളുണ്ട്. അവരുടെ അസോസിയേഷൻ്റെ നേതാവ് എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം CPM കാരനാണ്, പാർട്ടിക്കാരനാണ്. അവരിപ്പോൾ കേസ് കൂടി കോടതിയിലാണ്. ലക്ഷക്കണക്കിന് ഉറുപ്പിക അവർക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ICUവിൽ പീഡനം ഏറ്റ അതിജീവിത, അവർക്ക് നീതി കിട്ടിയിട്ടില്ല. കോഴിക്കോട് തന്നെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്ക് ഉപയോഗിച്ച കത്രിക വയറ്റിനകത്ത് വെച്ച് തുന്നിപ്പോയ ഹർഷിനയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. വണ്ടിപ്പെരിയാറിലെ ഇരയായ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല. വാളയാറിലെ ഇരകളായ പെൺകുട്ടികളുടെ കുടുംബത്തിന് നീതി കിട്ടിയിട്ടില്ല. ഇങ്ങനെ എത്രയെങ്കിലും പ്രശ്നങ്ങൾ, എത്രയെങ്കിലും ജനകീയ പ്രശ്നങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. നമ്മൾ ചർച്ച ചെയ്യുന്നത് വാസൽ വളരെ വളരെ ക്ഷുദ്രമായ, വളരെ സില്ലിയായ ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ വാഴ്ത്തുപാട്ടുകൾ കേൾക്കുക എന്നുള്ളത് പണ്ട് രാജാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. എന്താ കാരണം, അവർക്ക് വൈതാളികന്മാരുണ്ട് അവരെ വാഴ്ത്തിപ്പാടാൻ വേണ്ടിയിട്ട്. അത് കേട്ടുകൊണ്ടാണ് രാജാവിന് പണ്ട് അദ്ദേഹം ഉണരുന്നത്. അങ്ങനെയാണ് സൂതന്മാരുടെ കുലത്തൊഴിലുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് മുഖസ്തുതി പറയലാണ്. തേര് തെളിക്കുക, മുഖസ്തുതി പറയുക, ഇതാണ് സൂതൻ്റെ കുലവൃത്തി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർ, നമ്മുടെ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെ സമുന്നതരായ നേതാക്കന്മാർ പറയാണ് എന്ത്, ഇദ്ദേഹം സൂര്യനാണ്, ഇതുപോലെ ഇദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ്, അതുപോലെ ഇദ്ദേഹം ദൈവത്തിൻ്റെ വരദാനമാണ്, ഇദ്ദേഹം കൂട്ടുകാരും സഞ്ചരിച്ച ബസ് കാണാനും തൊടാനും ഒക്കെ ആളുകൾ വരും, അതുപോലെ ഇത് മ്യൂസിയത്തിൽ വെച്ചാൽ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ വരുമാനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെന്താണെന്ന് നമ്മൾ രാജാധിപത്യത്തിലേക്ക് മടങ്ങിയെത്തിയോ എന്ന് സംശയം വരുന്ന മട്ടിലാണ്. ഇപ്പോൾ VS അച്യുതാനന്ദന് നേരെയുള്ള പുകഴ്ത്തൽ കൂടിയപ്പോൾ CPMൻ്റെ സാംസ്കാരിക പ്രവർത്തകരിൽ പ്രധാനിയായ KN കുഞ്ഞാമത് അദ്ദേഹത്തെ ആൾദൈവം എന്ന് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് എനിക്ക് വലിയ തമാശ ഒന്നാണ്. കാരണം ഈ തരത്തിലുള്ള പുകഴ്ത്തലുകളൊന്നും രാഷ്ട്രീയത്തിൻ്റെ രീതിയല്ല, മതത്തിൻ്റെ രീതിയാണ്. ഇപ്പോൾ നമ്മുടെ മലയാളിയായ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ നാരായണീയത്തിൽ ഗുരുവായൂരപ്പൻ്റെ കിരീടം സൂര്യനെ തോൽപ്പിക്കുന്നു, സൂര്യസ്പർദ്ധി കിരീടം എന്ന് പറഞ്ഞത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ കുട്ടിക്കാലത്ത് ഞാൻ ധാരാളം കേട്ട ഒരു നബികീർത്തനമാണ്. അറബിയിലുള്ള നബികീർത്തനത്തിൽ പറയാണ്, നീയാണ് സൂര്യൻ, നീയാണ് ചന്ദ്രൻ, നീയാണ് പ്രകാശം, എല്ലാ പ്രകാശങ്ങൾക്കും മേലെയായ പ്രകാശം. ഇതിപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ചൊല്ലിപ്പടിച്ച ഒരു കാര്യമാണ്. അൻത ഷംസുൻ അൻത ബദറുൻ അൻത നൂറുൻ ഫൗക നൂരിൻ. അദ്ദേഹം ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിച്ച ആളുകളാണ് ഈ തരത്തിലൊക്കെ പുകഴ്ത്തുന്നത്. അപ്പോൾ ഇങ്ങനെ, അതായത് ഇപ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ചൊല്ലിപ്പടിച്ചാണല്ലോ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, AR രാജരാജ ഉപമയ്ക്ക് ഉദാഹരണമായിട്ട് എഴുതിയ 2 വരി അത്. അപ്പോൾ ഈ തരത്തിലൊക്കെ ഇത് കേട്ട് ആനന്ദിക്കുക, ഇതൊക്കെ പറയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വിചാരിക്കുക. ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളുണ്ട്. അതിന് മറുപടി പറയുന്നതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് നമ്മുടെ MV ഗോവിന്ദൻ മാഷ്. അദ്ദേഹം പറയണം, എന്താ പറയേണ്ടത്, ഈ കരിമണൽ ഖനനത്തിലുള്ള കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രി PV എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ അല്ല, അദ്ദേഹം പൈസ വാങ്ങിയോ, അദ്ദേഹത്തിൻ്റെ മകള് 7 കോടി രൂപ വാങ്ങിയോ. അപ്പോൾ അത് പറയുമ്പോൾ വലിയ തമാശ. എന്താ പറയുന്നത്, അതിന് നീതി കൊടുത്തിട്ടുണ്ടെന്നാ. എന്തിനാണ് ഈ പൈസ കൊടുത്തത്, അത് കൈക്കൂലിയാണോ, എന്താണ് അതിന് സമാധാനം ചോദിക്കുമ്പോൾ അതിന് നീതി കൊടുത്തിട്ടുണ്ട്, നീതി കൊടുത്തതിന് തെളിവുണ്ട് എന്നാ. അപ്പോൾ എന്തിനാ തെളിവുണ്ട്? അപ്പോൾ ഇത് വലിയൊരു കോമാളി രൂപമായിട്ട് വരാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ യാത്രകളൊക്കെ ഒരു ജനകീയ
സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ യാത്രയാണ് എന്ന് തോന്നാത്ത മട്ടിൽ അനേകം കാറുകളുടെ അകമ്പടിയോടുകൂടി അദ്ദേഹം ഒരു എഴുന്നള്ളത്താണ് നടത്തുന്നത്. ഈ നവകേരള സദസ്സിൻ്റെ ബസ് യാത്ര പോലും ഒരു എഴുന്നള്ളത്തായിട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം അതിനെതിരായിട്ട് കരിങ്കൊടി കാണിക്കാൻ പാടില്ല, മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല. അപ്പോൾ അവരൊക്കെ ഗവൺമെൻറ്റോ പോലീസോ ഡിവൈഎഫ്ഐക്കാരോ തല്ലി ഒതുക്കും എന്ന തരത്തിൽ വരുമ്പോൾ എന്താണത്? ഇപ്പം ഞാനിപ്പോൾ ഓർക്കുന്ന വേറൊരു തമാശ, ജൂലിയസ് സീസറോട് ഒരു കാര്യം നേടാൻ വേണ്ടി സുഹൃത്തുക്കൾ മുഖസ്തുതി പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്ത് മുഖസ്തുതിയാ ഇത് ഷേക്സ്പിയർ എഴുതിയതാണ്. എന്ത് മുഖസ്തുതിയാണ് പറയേണ്ടത് എന്ന് ആലോചിച്ച് അവർ തീരുമാനിച്ചത് എന്താണെന്നറിയോ? അങ്ങ് മുഖസ്തുതിയിൽ വീഴുകയില്ല എന്ന് ഞങ്ങൾക്കറിയാമെന്നാണ്. അപ്പോൾ അതിൽ വീണു. അപ്പം മുഖസ്തുതി പറയുന്നതൊക്കെ വീഴ്ത്താനാണ്. എല്ലാ വാഴ്ത്തുപാട്ടും വീഴ്ത്താനുള്ള പാട്ടുകളാണ്. സ്വന്തം പാർട്ടിക്കാർ തന്നെ അത് ചെയ്യുന്നത്. സത്യത്തിൽ അത്തരം മുഖസ്തുതി പറയുന്ന ആളുകളുണ്ടെങ്കിൽ ശത്രുക്കൾ വേറെ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്.